Watch full episodes on Jio Hotstar. ഫുർഫുരി നഗര നിവാസികളെ, ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷ ദിവസമാണ്. ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ മിസ്റ്റർ മോങ് ലീ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സംസാരിക്കുവാനായി ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഒരു മിനിറ്റ് സോറി, ഞങ്ങൾ വരാൻ ഒരല്പം ലേറ്റായി. ഞങ്ങളൊന്ന് വന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് നിങ്ങൾ തുടങ്ങിക്കോന്നേ. കസേരയൊന്നും കാണുന്നില്ലല്ലോ, ഒരു കസേര പോലും ഇല്ലല്ലോ. ഓ, എല്ലാത്തിലും ആൾക്കാരാണല്ലോ. അവിടെയും ഇല്ലല്ലോ. മോട്ടു ദേ കണ്ടോ, കസാര ഒഴിഞ്ഞു കിടക്കുന്നു. വേഗം വാ. ഇനി തുടങ്ങിക്കോളൂ സാറേ. അപ്പൊ കൂട്ടുകാരെ, ഒരു മിനിറ്റ്. അതെ, ചായക്കട ചേട്ടാ, നല്ല ചൂടുള്ള സമൂസകൾ കുറച്ച് കൊണ്ടുവരുമോ? പ്ലീസ് പ്ലീസ് സാറേ. അതിനുശേഷം നിങ്ങളുടെ പ്രസംഗം തുടങ്ങിക്കൂടെ? മോട്ടു, ഇനി ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളെ ഞാൻ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. സാർ, ഐ എം റിയലി സോറി. നിങ്ങൾക്ക് തുടരാം. അപ്പൊ കൂട്ടുകാരെ, ഈ ബ്രീഫ് കേസിൽ 100 കോടി രൂപയുണ്ട്. ഞാനിത് ഫുർഫുരി നഗറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വലിയ വലിയ ഫാക്ടറീസ് ഇവിടെ തുടങ്ങും. അതുമൂലം എല്ലാവർക്കും ഇവിടെ ജോലികൾ കിട്ടും. എല്ലാവർക്കും ഇരട്ടി ശമ്പളവും ലഭിക്കും. ഞാൻ ഫുർഫുരി നഗറിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റും. സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അതായത് സൽപ്രവർത്തി എപ്പ ചെയ്താലും അതിന്റെ ഫലം നല്ലത് തന്നെ ആയിരിക്കും എന്നതാണ് എന്റെ ഒരു രീതി. ഇയാൾ ഇത് എന്തുവായി പറയുന്നത്? മുൾച്ചെടിയും മാമ്പഴം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ആക്കുന്നല്ലോ. ഞാനതിന് ഇവിടെ എവിടെയും മുൾച്ചെടിയൊന്നും കാണുന്നില്ലല്ലോ. അല്ലേ പത്ലു? മോട്ടു, അതൊരു പഴഞ്ചൊല്ലാണ്. എന്ന് വെച്ച അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ തെറ്റായ പ്രതിഫലം കിട്ടുമെന്നാണ്. ഉപ്പ് തിന്നുന്നവൻ ഉറപ്പായും വെള്ളം കുടിക്കും. Welcome to Furfuri Nagar, Mr. Moong Lee. Allow me to introduce myself. I'm John. ഈ ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ബൈ ബൈ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്കാൻ. മോട്ടു, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക പത്ലു. ഐഡിയ. മോട്ടു, നല്ല മണം. സോറി ജോണേ, കഴിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണോ? ബൈ ബൈ ജോൺ. പത്ലു, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സമൂസകളൊക്കെ നീ ആ ജോണിന് കൊടുക്കാൻ നോക്കി അല്ലേ? എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കേട്ടല്ലോ. എന്റെ മോട്ടു, ഞാൻ നിന്നെ ഹെലികോപ്റ്ററിലേക്ക് അയച്ചതാണ്. അപ്പൊ നിനക്ക് ജോണിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റർ മോങ്ങിന്റെ പൈസ തിരിച്ചു വാങ്ങാലോ. സോറി സോറി, ഞാൻ ഇപ്പൊ പോയിട്ട് ഉടൻ തിരിച്ചു വരാം. ജോണായിരിക്കും ഡാഡ്.
ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നല്ലവൻ ചമഞ്ഞ് കളിക്കുന്നു നീ. നീ എങ്ങോട്ടേ പോന്ന്? അതെ, നീ ഇത് ഓടി എങ്ങോട്ടാ പോകുന്ന? മര്യാദയ്ക്ക് അകത്തേക്ക് വാ. എന്നെ ഇടിക്കരുത് മോട്ടു. ഞാൻ നീളമില്ലാത്ത ഉരുണ്ട പാവപ്പെട്ട ജോണല്ലേ. എന്നെ തല്ലരുത് മോട്ടു. പൈലറ്റെ ഹെലികോപ്റ്റർ തിരിച്ചുവിട്. എനിക്ക് ജയിലിൽ പോകാനുള്ള സമയമായിരിക്കുന്നു. ചിങ്കം സാർ, ജോണിന് ജയിലിലേക്ക് പോവാൻ ധൃതിയായെന്നാ തോന്നുന്നു. അവന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തേക്ക് സാറേ. താങ്ക് യു വെരി മച്ച് മോട്ടു. നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ്. ആ മോഷ്ടാവ് ജയിലിൽ പൊക്കോളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനവൻ ചെയ്യുന്ന ഫലം അവനവർ തന്നെ കിട്ടിയിരിക്കും. അതായത് തെറ്റാര് ചെയ്യുന്നുവോ അതിന്റെ ഫലം അവരനുഭവിച്ചിരിക്കും. മോട്ടു, പത്ലു, നിങ്ങൾ രണ്ടുപേരും ഹോങ്കോങ്ങിലേക്ക് വരണം. ഞാൻ നിങ്ങളെ ഹോങ്കോങ് മുഴുവൻ ചുറ്റിക്കാണിക്കാം. ഇതാണ് എന്റെ കാർഡ്. താങ്ക് യു സാർ. ഇപ്പൊ ഞാൻ തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് പോവാണ്. എന്നിട്ട് അടുത്ത മാസം എല്ലാം ശരിയാക്കിയിട്ട് വരാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു സെൽഫി നിർബന്ധമല്ലേ സർ? സ്റ്റേജിൽ ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കൂ. അപ്പോൾ സെൽഫിയിൽ എല്ലാവരെയും കിട്ടും. ഓ, say cheese. കുറച്ച് പുറകിലേക്ക് 1 സ്റ്റെപ്പ്. കുറച്ചുകൂടെ പിന്നിലേക്ക് 1 സ്റ്റെപ്പ്. എല്ലാരെയും കിട്ടുന്നില്ലല്ലോ. ഓ ജിയ, നിന്റെ ഒരു കാര്യം. പൊളിക്കടുത്തല്ല. എൻ്റെ അഭിപ്രായത്തില് നമ്മളെല്ലാവരും ഹോങ്കോങ്ങിലേക്ക് പോയിട്ട് ചുറ്റിക്കറങ്ങി വരണമെന്നാണ്. എന്റെ രോഗികളാണ് സത്യം. കസേട്ടാറ പറഞ്ഞത് ശരിക്കും ശരിയാണ്. ഓ ചങ്ക്, നീ മിസ്റ്റർ മോങ്കിന്റെ 100 കോടിയാ തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മിസ്റ്റർ മോങ്ക് നമ്മളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും ചങ്ക്. ശരി, നമുക്ക് പോകാം അല്ലേ മോട്ടു? ഒളിച്ചേ, എല്ലാവർക്കും ആഗ്രഹമുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? എന്നാ വരും പോകാം. ഹോങ്കോങ്. വരൂ സാറുമാരെ, ഞാനാണ് ലക്കി ഗായ്. ഈ ഹോങ്കോങ് മൊത്തം ഞാൻ ചുറ്റിക്കാണിക്കാം. പ്ലീസ് എന്റെ ടാക്സിയിലേക്ക് കയറൂ. ഈ ലക്കി ഗായുടെ ടാക്സിയിൽ കയറിയാൽ നിങ്ങൾക്ക് മൊത്തം ലക്കായിരിക്കും. ലക്ക്, ഞാൻ പറഞ്ഞത് സത്യം കേട്ടോ സാറേ. കേറിക്കോ. വരൂ. നിൽക്കൂ. അതെ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? പൊളിക്കടുത്തല്ല, താൻ എന്ത് പണിയെ കാണിക്കുന്നത്? കേറിക്കോ, വേഗം കേറിക്കോ.
എന്റെ അമ്മോ! ചിങ്കം സാറേ ഒന്ന് വേഗം അകത്തോട്ട് കേറ്. അകത്തേക്ക് ചെല്ല്. ഞാനിത് ഇപ്പൊ അടയ്ക്കാം. എന്റെ അമ്മോ! കേറിയിരിക്ക്. വിട്ടോ, ആദ്യം നല്ലൊരു ഹോട്ടലിലേക്ക് വണ്ടി വിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട്. ശരി. എന്താ പറ്റിയേ? എന്നാ വണ്ടി വിട്ടോ. ചങ്ക് ഇതെന്താ ഇപ്പൊ ശരിയാക്കി തരാം. ഓ, ഈ പണ്ടാരം പിടിച്ച ഡോർ അടയുന്നു ഇല്ലല്ലോ. ഡോണ്ട് വറി, ഞാൻ പിടിച്ചോണ്ട് ഓടിച്ചോളാം. ലക്കി ഗൈ ഡോറ് ശരിക്കും മുറുക്ക പിടിച്ചോണേ, അല്ലെങ്കിൽ തുറന്നു പോകും. ഓ, ഡോണ്ട് വറി. ഡോർ ചീത്തയാണെങ്കിൽ ഇപ്പൊ എന്താ, വണ്ടി മൊത്തം ചീത്തയല്ലേ? നിങ്ങളിപ്പോ ലക്കി ഗൈയുടെ കൂടെയാണ്. നീഹ സൂക്ഷിച്ചു വിട്ടോ. പൊളിച്ചെടുത്തല്ല. എന്റെ പൊന്നെ ഒന്ന് പതുക്കെ ഓടിക്കേ. എന്താണത്? പൊളിച്ചെടുത്തല്ലോ. ആരാണത്? എന്താണത്? ഇവിടൊക്കെ കാറിൽ ടൈഗറിനെയാണല്ലോ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലെ ഡോഗിനെ കൊണ്ടുപോകുന്നത് പോലെ. ഇത് ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ഡോൺ ഡെവിളാണ്. ഈ ഹോങ്കോങ് മൊത്തം അയാളുടെ കൺട്രോളിലാണ്. യു ഡോണ്ട് വറി. നിങ്ങളുടെ കൂടെ ഈ ലക്കി ഗൈ ഉണ്ടല്ലോ. ഇയാൾ എന്തായി കാണിക്കുന്നത് വലിയേട്ടാ? നിങ്ങൾക്ക് എന്റെ ഭാഗ്യത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു തരാം. കഴിഞ്ഞ ആഴ്ച ഒരാൾ ഇതുപോലെ എന്റെ കൂടെ കാറിൽ കറങ്ങാൻ വന്നിട്ട് അയാൾക്ക് ലോട്ടറി അടിച്ചു. മറ്റൊരാൾക്ക് ഡയമണ്ട് റിങ് കിട്ടി. എന്റെ കൂടെ വന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നോക്കിക്കോ. അതെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പിടിച്ചിരിക്കേ. കൈ വിട്ടേക്കല്ലേ. രക്ഷിക്കണേ. മോട്ടു നോക്കിയിരിക്കാതെ ചേർന്ന് പിടിക്ക. അതെ എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? സ്റ്റിയറിംഗ് പിടിച്ചിരിക്കാനല്ലേ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് മറന്നുപോയോ? സ്റ്റിയറിംഗ് പിടിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം കാറ് നേരെ ഓടിക്കാനാണ്. മുന്നിലേക്ക് നോക്കി നേരെ കാർ ഓടിക്കേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. നിങ്ങളിപ്പോ ലക്കി ഗൈയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാപത്തും സംഭവിക്കാൻ പോകുന്നില്ല. ലക്കി ഗൈ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോ രക്ഷപ്പെട്ടത്. പൊളിച്ചെടുത്തല്ലോ. താൻ പറയുന്ന ഒരു ആപത്തും സംഭവിക്കില്ലാന്ന്.
ഞങ്ങളെങ്ങാനിപ്പോ ഫ്ലൈ ഓവറിന് താഴെ വീണിരുന്നെങ്കിൽ നേരെ ഞങ്ങൾ മുകളിലേക്ക് പോയിരുന്നേനെ. പക്ഷെ നമ്മള് വീടില്ല സാറേ. ഈ ലക്കി കൈ കൂടെ ഉള്ളപ്പോ ബാഡ് ലക്ക് ഒരിക്കലും ഉണ്ടാവില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.